ജിസയില് ഭക്ഷണം അടിച്ചു മാറ്റി വെക്കാറുണ്ട്. ഞാനത് കാണാറുണ്ട്. ആ ഭക്ഷണത്തിൽ നിന്ന് ഇച്ചിരിയൊക്കെ എനിക്കും തരാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാനതൊന്നും പുറത്ത് പറയാതിരുന്നത്. ഇന്നലെ അക്ബറിന്റെ അടുക്ക് റെന ഫാത്തിമ പറഞ്ഞ ഡയലോഗാണ് ഇത്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ നടന്ന ലൈവിലെ കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ജിസൈലിന്റെ കാല് വാരിയിരിക്കുകയാണ് റെന ഫാത്തിമ. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ നമ്മുടെ അനീഷേട്ടൻ ആര്യനെ പിടിച്ചങ്ങോട്ട് തേച്ചൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഈ രണ്ട് വിഷയത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ആളുകൾ കാണുമല്ലോ ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇന്നലത്തെ ലൈവും കണ്ട ആളുകൾ കാണും. നിങ്ങൾ മറ്റേ സർക്കസ് പരിപാടി കണ്ടില്ലായിരുന്നോ? അപ്പോൾ ഈ സർക്കസിൻ്റെ ഇടയ്ക്ക് ആടായിട്ട് നിന്നിരുന്നത് അനുമോളാണ്. ഈ അനുമോൾക്ക് നമ്മുടെ ആദില ഒരു ഗോൾഡ് കോയിൻ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സ്നേഹത്തിന്റെ പുറത്ത് കൊടുത്തതാണെന്ന്? ഈ കഴിഞ്ഞ ദിവസം തൊട്ട് അനുമോളുടെ പുറകെയാണ് ആദില എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്ത് തിരിച്ച് ഒട്ടിച്ചേരാനായിട്ട്. പക്ഷെ അനുമോൾ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും അനുമോൾക്ക് നല്ലത്. പക്ഷെ അനുമോളുടെ അടുക്ക് കയറി ഒട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ നെഗറ്റീവ് ആകും എന്നുള്ളൊരു തോട്ട് എവിടെയോ നമ്മുടെ അതിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഈ പുറകെ നടക്കുന്നതും ഗോൾഡ് കോയിൻ കൊടുത്ത് സ്നേഹം കാണിക്കുന്നതും ഒക്കെ. എന്താണെങ്കിലും അതൊക്കെ ഞാൻ ഇന്നലെ കണ്ടു. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അതാണ് അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. അനീഷേട്ടൻ വലിച്ചു കീറി ഒട്ടിച്ച് വിട്ടു ഇന്നലെ ആര്യനെ. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ മറ്റേ ഭക്ഷണത്തിന് ശേഷം ആര്യന് അത്ര നല്ല സമയമായിരുന്നില്ല. മൊത്തത്തിൽ തേപ്പായിരുന്നു ആര്യന്. ആര്യൻ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം അവിടെ കൊണ്ട് തട്ടിയച്ചും പോയി. ഈ അടുത്തായിട്ട് മെയിൻലി എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു തെറ്റ്, ഈ സ്വന്തം പാത്രം, സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴുകാൻ പറ്റാത്ത ഏതോ 1-2 പേര് അവിടെ ഉണ്ട് എന്നൊരു പറച്ചിലുണ്ടായിരുന്നല്ലോ. അതിനകത്തെ മെയിൻ ഒരുത്തനാണ് ആര്യൻ. അവന് തിന്ന പാത്രം കഴുകാൻ പറ്റത്തില്ല. അവൻ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. അവൻ ഭയങ്കര കോടീശ്വരന്റെ മകനാണല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈ ഓണത്തിനൊക്കെ വിഷ് ചെയ്യാനായിട്ട് ഓരോ വീഡിയോകൾ, ഓരോ ഇപ്പം അനുമോളുടെ ആണെങ്കിൽ അനുമോളുടെ അച്ഛൻ, അമ്മ, അവരുടെ ആ ഒരു ഫാമിലി വീഡിയോ, അനുമോളെ വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഫാമിലി വിഷ് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആര്യന്റെ ഫാമിലി മാത്രം വിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആര്യന്റെ ഒരു സുഹൃത്താണ് ആര്യനെ വിഷ് ചെയ്തത്, പൂജിത. വേറെ ആരും ആര്യനെ വിഷ് ചെയ്തില്ല. കാരണം അവരൊക്കെ ഭയങ്കര പൈസക്കാരായിരിക്കും. അതുകൊണ്ട് വിഷ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരാഞ്ഞതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയത്. നമ്മൾ ഉറപ്പിച്ചതാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആര്യന്റെ മാത്രം കുടുംബമൊന്നും വരുന്ന കണ്ടില്ല. ചിലപ്പോൾ അവർക്ക് മുഖമൊക്കെ പുറത്ത് കാണിക്കാൻ പ്രൈവസിയുടെ ഇഷ്യൂ ഒക്കെ കാണുമായിരിക്കും. കാശുകാരായിരിക്കുമല്ലോ. അപ്പം ഈ കാശുകാരൻ പോലെ ആ കാശിന്റെ നല്ല ഒരു അഹന്തയുണ്ട്. അതാണ് അവൻ കഴിച്ച പാത്രമൊന്നും അവന് കഴുകാൻ കഴിയാത്തത്. അപ്പം ഇന്നലെ അവൻ കഴിച്ച പാത്രം അവിടെ കൊണ്ടിട്ടു. അനീഷേട്ടൻ ഇത് കണ്ടു, വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. കിടന്ന് അങ്ങോട്ട് തൊള്ള തുറക്കാൻ തുടങ്ങി അനീഷേട്ടൻ. ലാസ്റ്റ് ബാത്റൂമിന്റെ അവിടെ കൈ കഴുകാൻ പോയ ആര്യൻ അവിടെ ഓടി വന്ന് ആദ്യമേ ഇവൻ സമ്മതിക്കുന്നില്ല. ഇവൻ എന്ത് ചെയ്താലും ഇവന്റെ ഒരു പ്രശ്നമായത്. നാട്ടുകാർക്ക് അതങ്ങത്ര അങ്ങോട്ട് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? നിങ്ങൾ പറ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അത്? ഒന്നെങ്കിൽ ചെയ്ത തെറ്റങ്ങ് ആദ്യമേ സമ്മതിക്കുക. ഇത് വന്നിട്ടില്ല, ഇത് എൻ്റെ അല്ല, ഇത് മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ കുറെ ഒച്ച വെച്ചു. അതിനുശേഷം അനീഷേട്ടന് ഒരു രീതിയിലും ഇവനെ അനങ്ങാൻ സംഭവിക്കുന്നില്ല. പൂട്ടി ഇവനെ. ഞാൻ കണ്ടു, നിന്റെയാണ് അത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തൊള്ള തുറക്കാൻ തുടങ്ങിയപ്പം ലാസ്റ്റ് അവൻ സമ്മതിച്ച് പാത്രം കഴുകി അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ദിവസം കഴിച്ച പാത്രം അവിടെ കഴുകാതിരുന്നത് ഈ മോനാന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷമാണ് നമ്മുടെ വേറെ ഒരു വിഷയം അവിടെ പൊട്ടി വരുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ പ്രവീൺ ഉണ്ടല്ലോ. പ്രവീൺ അവൻ അനീഷേട്ടൻ്റെ വേറൊരു ഐറ്റം കേട്ടോ ഇവൻ. ലൈക്ക് അവന് ഗെയിമൊന്നുമില്ല. ഗെയിമും തേങ്ങയൊക്കെ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒച്ച വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കും ഇവൻ. ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ റെനയായിട്ട് ഇവൻ ആദ്യമേ കയറി ഒന്ന് ഉരസി. അത് വേറൊന്നുമല്ല, നമ്മുടെ ജിഷിന് ഭക്ഷണം ഇവൻ എക്സ്ട്രാ എന്തോ ഒരു പൂരി എങ്ങാണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഈ പ്രവീൺ എന്ന് പറയുന്നത്, പ്രവീണാണല്ലോ കിച്ചന്റെ ക്യാപ്റ്റൻ. അപ്പം പ്രവീൺ അത് ഉണ്ടാക്കി കൊടുത്തതിന്റെ റീസൺ, ജിഷിന് എല്ലാവർക്കും ഭക്ഷണം നല്ലതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല. പുള്ളിക്ക് എക്സ്ട്രാ അപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുത്തു. അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ റെന അത് ചോദ്യം ചെയ്തുകൊണ്ട് ചെന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പ്രവീൺ അങ്ങ് പൊട്ടി ഓടി നടന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് റെനയ്ക്ക് അത് കയ്യിൽ നിന്ന് പോയി. റെനെ വലുതായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പം പിന്നെ ഇവന്റെ ഒച്ചയും ഭയങ്കരമാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു ഘട്ടത്തിൽ റെന നമ്മുടെ ബിന്നി അങ്ങോട്ട് കൂടെ ചേർന്നു. എന്നിട്ട് ബിന്നി എടുക്കുക പറയുന്നത് കേട്ടു, ഞാൻ ജിഷിൻ ചേട്ടൻ കഴിച്ചതിനല്ല ഇവിടെ പറഞ്ഞത്, അതല്ലാതെ ഇവിടെ വേറെ പല ആൾക്കാരും ഇടയ്ക്ക് തന്നെ കയറി ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, അത് വളരെ മോശമാണ്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. ലാസ്റ്റ് അത് ആരുടെ കേസാണെന്ന് അവിടെ പുറത്ത് പറഞ്ഞിരിക്കുകയാണ് റെന. അത് വേറൊന്നുമല്ല, അത് അനീഷൻ ചൂണ്ടിക്കാണിച്ചു. അനീഷ് അതിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത്
ഈ ഭക്ഷണം എല്ലാവരും കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ജിസയിലും ആര്യനും ഒക്കെ കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ചോറൊക്കെ ആണെങ്കിൽ ചോറൊക്കെ തീരും, എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് ചോറൊക്കെ തീർന്നു കഴിയുമ്പോൾ നൈസായിട്ട് ജിസയിലും ആര്യനും കൂടെ കിച്ചണിൽ കയറും. എന്നിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട മറ്റേന്താ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ആലു പറാത്തയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജിസയിൽ അതൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് അതാണ് ഇവരിടയ്ക്ക് കൂടുതലും ഇവർ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. അത് ഇന്നലെ അനീഷ് ചൂണ്ടിക്കാണിച്ചു. അനീഷ് എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും തൊട്ട് ഇവിടെ എന്ത് വെച്ചാലും ആദ്യമേ ജിസയിലും ആര്യനും കഴിക്കണം, അവർക്ക് കൊടുക്ക്, അവർ കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. കാരണം ഇവർക്ക് ഈ ഒരു പരിപാടിയുണ്ട്. അനീഷും അത് ചൂണ്ടിക്കാണിച്ചു. അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് രാത്രി, പിന്നെ ഒച്ചയും ബഹളവും എല്ലാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും അനീഷ് ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും തൊട്ട് അങ്ങനെ ചെയ്യുക. ഫസ്റ്റ് എപ്പോഴും ഈ ലാസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരാളാണ് ജിസൈലിന് ലാസ്റ്റ് ഭക്ഷണം കിട്ടിയില്ല, അതുകൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നു. സോ ഇനിയും തൊട്ട് എന്തുണ്ടാക്കിയാലും ആദ്യമേ നിങ്ങൾ കഴിക്കും, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ അത്, അതിനകത്ത് ഒരു തെറ്റുമില്ല. കഴിക്കട്ടെ, ആദ്യമേ കഴിക്കട്ടെ. അവരുടെ ആ ഒരു ഉഡായിപ്പ് അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെയാണ് വേറൊരു സൈഡിൽ നമ്മുടെ അക്ബറിൻ്റെ അടുക്കെ റന ഫാത്തിമ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്, ജിസയിൽ ഭക്ഷണമൊക്കെ ഇടയ്ക്ക് മാറ്റി വെക്കാറുണ്ട്. അപ്പം ഇത് ആര്യനും ജിസയിലും തൊട്ടപ്പുറയിരിപ്പുണ്ട്. അവർ കേട്ടു. അവരിത് കേട്ട ഉടനെ അവരും അവിടുന്ന് ചാടിപ്പുറപ്പെട്ട് മറ്റേ തുള്ളിക്കീറി വരുന്നുണ്ട്. വന്നിട്ട് റെനെ അടുക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആര്യൻ നൈസായിട്ടാണ് പറയുന്നത്, ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്ക് നീയും തിന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം റെനെ എടുക്ക പറയുന്നുണ്ട്. റെനെ പറഞ്ഞാൽ അതെ ഞാൻ തിന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പൊ ക്രൈമിനകത്ത് നീയും ഉണ്ട് എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റെന, ആര്യൻ, ജിസയിൽ ഇവരൊക്കെ ഇച്ചിരി എന്താണ്, ഞങ്ങൾ കുറച്ച് കൂടിയ ടീമുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മാറ്റി ഫുഡ് എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. എല്ലാവർക്കും കൊടുത്തതിന് ചോറാണെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾ സെപ്പറേറ്റ് മറ്റേ ആലു പറാത്ത ഉണ്ടാക്കി കഴിക്കും. ഈ ഒരു മൂടി പോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് റെനയ്ക്കിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, മറുകണ്ഠം ചാടിയിട്ടുണ്ട് റെന. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. റെന നൈസായിട്ട് മറുകണ്ഠം ചാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പുതിയ ഗെയിം പിടിക്കാനായിരിക്കും റെനയുടെ ഉദ്ദേശം. എന്താണെങ്കിലും അത് കൊള്ളാം. ഈ എപ്പോഴും ഈ ജിസൈലിൻ്റെ മറ്റേ ഇങ്ങനെ മസാജിങ് ചെയ്ത് ആര്യനും ജിസൈലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടി നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒന്ന് മാറി ഇന്ന് വേറൊരു ഗെയിം കളിക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ. നമുക്ക് അതും കൂടെ കാണണ്ടേ, അല്ലാതെ ഇവർ മാത്രം ഇങ്ങനെ ഒട്ടി നിന്നുകൊണ്ട് മറ്റേ അനുമോളെ വെച്ച് കീറുന്ന ആ ഒരു പരിപാടി ഇത് മാറട്ടെ, പുതിയ കണ്ടന്റ് വരട്ടെ. അപ്പം ഇന്നലെ എന്തായാലും അനുമോളൊക്കെ അവിടെ ഇരുന്ന്, അനുമോൾ സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഈ സാധനമൊക്കെ കണ്ടിട്ട്. കാരണം ഇവരെല്ലാവരും കൂടെ ആണല്ലോ ജോയിൻ ചെയ്ത് അനുമോൾക്ക് ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം അവരുടെ ഇടയ്ക്ക് മറ്റേ പൊട്ടൽ വന്നിട്ടുണ്ട്. അതും റന ഫാത്തിമ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടും ഇരിക്കുക. ഫുഡ് അടിച്ച് മാറ്റാറുണ്ടായിരുന്നു, ഫുഡ് മാറ്റി വെക്കാറുണ്ടായിരുന്നു, കുറച്ച് ഞാനും അതിനകത്തും തിന്നാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം അത് അനീഷും പൊക്കി, കയ്യോടെ പൊക്കി. ഇവരുടെ ഈ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞു പോയി പുതുതായിട്ട് ഒറ്റ ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടിയില്ലേ, അതിൽ എന്താണോ എല്ലാവർക്കും കൊടുത്തത് അത് ഇവർ കഴിക്കത്തില്ല. ഇവരായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആലു പറാത്ത, കറി, ഈ പരിപാടി ഇത് കയ്യോടെ ഇന്നലെ അനീഷ് പൊക്കുകയും ചെയ്തു. എന്നിട്ട് എല്ലാവരും ആ ഒരു വിഷയത്തിൽ അനീഷിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ കഴിച്ചിട്ട് മതി എല്ലാവരും കഴിക്കുന്നത്, നിങ്ങൾ കഴിച്ചു. എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയാലും നിങ്ങൾ ആദ്യമേ കഴിക്കുക, സെപ്പറേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട പരിപാടി വേണ്ട. ആ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണ്. അപ്പം ലൈവിൽ ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്. അപ്പം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് സംസാരം ഇതെങ്ങും തീർന്നിട്ടില്ല. ഇതിനെപ്പറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അബി ഇതിൻ്റെ ഇടയ്ക്കോട്ട് ചാടി വീണു. അബിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് അങ്ങ് പോകുമെന്ന്, ക്യാപ്റ്റൻ ആണല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ അബി ഇതിൻ്റെ ഇടയ്ക്കോട്ട് ചാടി വീണിട്ട് മതി ഇത് നിർത്തിക്കോ, ഇനിയും തൊട്ട് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സീനൊന്നും വേണ്ട, പറഞ്ഞ പോലെ അനീഷ് പറഞ്ഞ ആ ഒരു പോയിന്റ് അത് എടുത്തിട്ടുണ്ട്. അതായത് ജിസയിലും ആര്യനും നേരത്തെ കഴിക്കുക, അതിനുശേഷം ഇപ്പം തികഞ്ഞില്ല എങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാവർക്കും കൂടെ എന്താണോ ഉണ്ടാക്കുന്നത് ആ സാധനം ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റെന പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കൊണ്ട് നിർത്തിക്കോ. റെന പിന്നെ അതിരുന്ന് സംസാരിക്കുന്നുണ്ട് ബിന്നി അടുക്കൽ. കാരണം ബിന്നിയും പറയുന്നുണ്ട്, ബിന്നി കഴിക്കാൻ ചെന്നപ്പോൾ കറി എന്തോ കിട്ടിയില്ല, മനസ്സിലായില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഈ ആര്യനും ജിസയിലും ഒക്കെ എക്സ്ട്രാ എല്ലാവർക്കും മറ്റേ പാത്രത്തിൽ ചപ്പാത്തിയും കറിയും കൂടെ കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് ഒരു പാത്രം വേണം കറിക്ക്. ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ കുറച്ച് കൂടിയ ടീമുകളല്ലേ, അപ്പോൾ അവർക്കെല്ലാം സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ആ പരിപാടി ഇനി നടക്കത്തില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ബിന്നി വരെ ഓപ്പോസിറ്റ് നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കളിയായിരുന്നു വേണ്ടത്, മനസ്സിലായില്ലേ? അല്ലാതെ എല്ലാവരും മറ്റേ ആര്യനെയും ജിസേലിനെയും എടുത്ത് തലയിലെടുത്ത് പൊക്കിയത് ഇങ്ങനെ ഒട്ടി നിൽക്കുമോ, എന്നിട്ട് എടുത്ത് തലയിലെടുത്ത് വെച്ച് പരിപാടി മാറട്ടെ. എന്നിട്ട് ഓരോരുത്തരും എല്ലാവരും സെപ്പറേറ്റ് ഗെയിം കളിക്കാൻ തുടങ്ങട്ടെ, ഇൻഡിവിജ്വൽ ഗെയിം. അത് കുറച്ചും കൂടെ കലക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ്, ഞാൻ പാതിരാത്രി ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും നേരം ഞാൻ കണ്ടപ്പം ഇതൊക്കെയാണ് സംഭവിച്ചത്. എന്തായാലും ബാക്കിയും കൂടെ ഞാൻ പോയി കാണാം, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് തരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.